എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ ത്രാങ്ങാലി എന്ന പ്രദേശത്ത് ഭഗവതിക്കുന്നിൽ ശക്തിപീഠം സ്ഥാപിതമാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആ ദേവഭൂമിയിൽ ഇക്കഴിഞ്ഞ ജൂൺ 21 മുതൽ ജൂലൈ 14 വരെ അങ്ങനെ 24 ദിവസം നീണ്ടു നിൽക്കുന്ന ഗായത്രി മഹായാഗം നടക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഗായത്രി മഹായാഗം അവസാനിക്കുന്ന 14-ാം തീയതി മുതൽ 14, 15, 16 തീയതികളിലായിട്ടാണ് ഗായത്രി നവരാത്രി ആഘോഷം നടക്കുന്നത്. 24 അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ദിവസം 1,00,000 ഒരു ഗായത്രി ചൊല്ലി 24 ദിവസം കൊണ്ട് 24 ലക്ഷം ഒരു ഗായത്രി ചൊല്ലി ഹവിസർപ്പിക്കുന്ന ഗായത്രി മഹായാഗം. അതിൻ്റെ കൂടെ തന്നെ ഗായത്രി മഹായാഗം പൂർണ്ണതയിലെത്തുന്നത് ഗായത്രി നവരാത്രി ദിവസങ്ങളിലാണ്. ഒരു പക്ഷേ മലയാളികൾക്ക് ഈ ഒരു ആഘോഷം, ഗായത്രി നവരാത്രി ആഘോഷം പുതുമയുള്ളതായിരിക്കാം. ഒരുപാട് വൈശിഷ്ട്യങ്ങളുള്ള ഈ മഹായാഗത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ മാത്രം അരണി കടഞ്ഞ് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആദ്യത്തെ മഹായാഗമാണ് ഇത്. യാഗാവസാനം വൈകുന്നേരം ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരദേവതയെയും ആ ദേവതാശക്തിയെയും സങ്കല്പിച്ചുള്ള കുമാരി പൂജയും നടക്കുന്നതാണ്. ഈ ഒരു മഹായാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും വേദം പഠിക്കാമെന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഗായത്രി ഗുരുകുലം സ്ഥാപകാചാര്യനും വേദപണ്ഡിതനുമായ ശ്രീ അരുൺ പ്രഭാകർജിയും ഈ ഗുരുകുലത്തിലെ അന്തേവാസികളുമാണ്. ഭഗവതിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവതിക്കുന്നിൽ എത്തിച്ചേരുവാനും അത്യധികം വ്രതനിഷ്ഠയോടെയും ആത്മാർപ്പണത്തോടെയും ചെയ്യുന്ന ഈ മഹായാഗത്തിൽ പങ്കെടുക്കുവാനും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ യാഗത്തിൽ ദൂരസ്ഥലത്ത് നിന്ന് വന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് താമസ സൗകര്യം ഒരുക്കുന്നത് ഹോട്ടൽ മാപ്സ് റെസിഡൻസിയും റിവർ റിട്രീറ്റ് ചെറുതുരുത്തിയുമാണ്. ഇവിടെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റേഷനിൽ നിന്നുമൊക്കെ ഓട്ടോറിക്ഷയിൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് ഏതാനും ഓട്ടോ ഡ്രൈവർമാരുടെ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ.